എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നാരങ്ങ കയ്പില്ലാതെ കിട്ടുന്നതിന് അതുപോലെ തന്നെ പെട്ടെന്ന് അച്ചാറിട്ട ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ നാരങ്ങ കഷ്ണങ്ങളാക്കി വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 10-15 ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 10-12 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളകൊക്കെ ഉണ്ട്. അത് ചേർത്തെടുത്തതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിൻ്റെ ആ പച്ച മണമൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ സാധാ മുളക് പൊടി ചേർത്തെടുക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നല്ലൊരു കളറും കിട്ടും നമ്മുടെ അച്ചാറിന്. അപ്പോൾ അതുകൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വിനാഗിരിയിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയാണ് ചേർത്തെടുക്കുന്നത്. ഈ സമയത്ത് അതിൻ്റെ വിനാഗിരി ഞാൻ ഒഴിച്ചെടുക്കുന്നില്ല, നാരങ്ങ മാത്രമാണ് ഇട്ടെടുക്കുന്നത്. ഞാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വിനാഗിരി ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം മാത്രം വിനാഗിരി ഈ സമയത്ത് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നാരങ്ങ വിനാഗിരിയിൽ ഇടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ അല്പം കൂടി വിനാഗിരി ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരല്പം കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1-2 മണിക്കൂറിന് ശേഷം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാരങ്ങ ഓൾറെഡി വിനാഗിരിയിൽ ഇട്ട് വെച്ചതുകൊണ്ട് നന്നായി അലിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്